പിതാവിന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം പരിശുദ്ധൻ 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 വരുന്നോശാന ദൈവമായ നാമത്തിൽ വാഴ്ത്തപ്പെടാനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമല്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെടുവാനേ ഞങ്ങളോട് തരണം. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെടുവാനേ ഞങ്ങളോട് തരണം. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ മരണമല്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെടുവാനേ ഞങ്ങളോട്. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങൾ ശുശ്രൂഷയും പ്രാർത്ഥനയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ. ദൈവമേ നിനക്ക് സ്തുതി. കർത്താവേ സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. രാജ്യവും ശക്തിയും മഹത്വം എന്നേക്കും നിനക്കുള്ളതാകുന്നു. പറഞ്ഞു പറയതേ നിനക്ക് സമാധാനം. പരിശുദ്ധ പറയതേ നമ്മുടെ രാജ്യമേ ഭാവികാര്യങ്ങൾക്ക് വേണ്ടി എപ്പോഴെപ്പോഴും സമയത്തും സംസാരിക്കുന്നവർക്ക് സംസാരിക്കാനുള്ള സൗകര്യമുണ്ട്, സംസാരമുണ്ട്. കൺഫെഷൻ പ്രത്യേകമാണ്. ദൈവമായ കർത്താവേ വിശുദ്ധ സ്രോപ്യന്മാരോടുകൂടെ വിനയമോട് നിന്നെ സ്തുതിക്കുവാനും ധന്യരായ സ്രോപ്യന്മാരോടുകൂടെ ജാഗ്രതയോട് നിന്നെ വാഴ്ത്തുവാനും ശ്രേഷ്ഠന്മാരായ മോറവാസന്മാരോട് ചേർന്ന ഉത്സാഹപൂർവ്വം നിന്നെ പുകഴ്ത്തുവാനും സ്വർഗീയരോടൊന്നിച്ച് അന്യോന്യമായി നിന്റെ ജന്മത്തിരുന്നാൾ ആഘോഷിക്കുവാനും നിഷ്കളങ്കരായ ആട്ടിടയന്മാരോടുകൂടെ നിർലോഭം നിന്നെ മഹത്വപ്പെടുത്തുവാനും വിവേകികളായ ജ്യോതിശാസ്ത്രജ്ഞന്മാരോടൊപ്പം ഏകമനസ്സോടെ നിന്നെ വന്ദിക്കുവാനും നിന്നെ പ്രസവിച്ച മറിയാമിനോട് ജനകമായി നിന്നെ സന്തോഷിക്കുവാനും ഇപ്പോഴും എല്ലാ സമയത്തും നീ ഞങ്ങളെ യോഗ്യരാക്കണമേ. ദൈവമേ നിന്റെ കൃപയിൽ പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ. നിന്റെ കരുണ ബോധ പ്രകാരം എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. ഞാൻ അറിയുന്നു എന്റെ പാപം എപ്പോൾ എന്നെ നേരിടുന്നു. ഞാൻ അനുഭവിച്ചു. പാപങ്ങളുടെ മാതാവിനെ ഗർഭധരിക്കുകയും ചെയ്തു. സ്വപാഠന വേദി കളിക്കണമേ. വെളിപ്പാക്കപ്പെടും. അതിനാൽ നീതി മണ്ണിയാക്കണമേ. കുറച്ച് മഞ്ഞിനേക്കാൾ ഞാൻ മണ്ണിയാകും. എന്റെ പാപങ്ങൾ തിരിച്ച് എന്റെ ചിത്രങ്ങളൊക്കെയും മായ്ച്ചു കളയണമേ. നിന്റെ തിരുക്കളെ നിന്റെ പരിശുദ്ധാത്മാവിനെ എഴുതി വരുതേ. അപ്പോൾ നിങ്ങളുടെ കാര്യം നിന്റെ വഴി പഠിപ്പിക്കും. പാപികൾ നിങ്ങളെ എതിരുകയും ചെയ്യും. കർത്താവേ നിന്റെ തിരുക്കൾ എനിക്ക് തുറക്കണമേ. എന്റെ വാദിന്റെ സ്ത്രീകൾ പാടും. ദൈവത്തിന്റെ താഴ്മയുള്ള ആത്മാവാകുന്നു. ദൈവം നൽകുന്നതയും നിരസിക്കുന്നില്ല. അപ്പോൾ നിനക്ക് സൗന്ദര്യം ഇഷ്ടപ്പെടാം. നിന്റെ വിലകേട്ട
തുടർന്നുള്ളവനായ കർത്താവേ, നിന്റെ ഉണർവെ ഞങ്ങൾ സ്തുതിക്കുവാനായി പാപ്പുഴകം ഞങ്ങളുടെ ഉലകത്തെ നീ ഉണർത്തണമേ. മരണമില്ലാത്ത ജീവനുള്ളവനെ നിന്റെ കരുണയെ ഞങ്ങൾ വന്ദിപ്പാനായി മരണവും നാശവുമാകുന്ന ഉലകത്ത് ഞങ്ങളെ നീ ജീവിപ്പിക്കണമേ. പിതാപുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, സ്വർഗത്തിലും ഭൂമിയിലും സ്തുതിക്കപ്പെട്ടവരും വാഴ്ത്തപ്പെട്ടവരും നീയാകുകൊണ്ട് നിങ്ങളെ സ്തുതിക്കുന്നവരായ മഹത്വമുള്ള വർണ്ണങ്ങളോട് ഒരുമിച്ച് വിശുദ്ധിയോടുകൂടി എപ്പോഴും എപ്പോഴും നീക്കും നിന്നെ വാഴ്ത്തുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. വരയ്ക്കുമ്പോ രാത്രി കാര്യങ്ങളും കർത്താവിന്റെ ഭരണത്തിൽ നിൽക്കുന്നവർ കർത്താവിന്റെ സകലദാസന്മാരുമേ, നിങ്ങൾ കർത്താവിനെ വാഴ്ത്തുകേ. എന്റെ ദേശത്തും ഭാഗം പ്രവേശിക്കട്ടെ, എന്റെ വചനത്താലമേ രക്ഷിക്കണമേ. നീ നിന്റെ കൽപ്പനകളെ പഠിപ്പിക്കുമ്പോൾ എന്റെ നീ ഉച്ചരിക്കുന്നു. ഞാൻ നിന്റെ കൽപ്പനകൾ ഇഷ്ടപ്പെടുന്ന എന്നെ സഹായിക്കുന്നു. എന്റെ ആത്മാവ് ജീവിച്ചു നിന്നെ സ്തുതിക്കുകയും നിന്റെ ന്യായത്തിനെ സഹായിക്കുകയും ചെയ്യും. സകല ജാതികളെ കർത്താവിനെ സ്തുതിക്കുവേ, സകല ജനങ്ങളെ നിങ്ങൾ അവരെ സ്തുതിക്കുവേ. തിരുനാമം നാവിൽ ചേരുന്നു. ഗണമളു ചേർന്നളിയ വീണു സാക്ഷാത്രം അർപ്പിക്കുന്നു സ്തോത്രം. അത്ഭുത ശിശുവാ മനുവേലെ നമിച്ചേടുന്നു. രക്ഷകനാം ശിശുവേ വീണു സാഷ്ടാംഗം അർപ്പിക്കുന്നു സ്തോത്രം. കൈകളിൽ ഉപഹാരങ്ങളുമായി വന്നിടുന്നു. സംഭ്രമമാക വന്നിച്ചുര ചെയ്തു വീണു സാഷ്ടാംഗം അർപ്പിക്കുന്നു സ്തോത്രം. കാഴ്ചകളവരെ കീടുന്നു. അഖിലാണ്ടം സർവം അഖിലാണ്ടത്തെ തൃക്കൈയിൽ വഹിക്കുന്നോന ദൈവാത്മജനെ ശിശുവായി കണ്ടെടുത്ത് വീണു സാഷ്ടാംഗം അർപ്പിക്കുന്നു സ്തോത്രം.
ശുഭവോലാ ബോല ബറോബൽ റോഗോ കാദീശോ Patel
കൈകളിൽ മേവുന്നുണ്ണി താത്തിയവനുടെ ചുറ്റും നിൽപ്പൂ നോക്കും നേർക്കും നന്യൻ സാക്ഷിച്ച പരനവൻ താൻ ദൈവം
തേരിപ്പോൻ പാത്താനുദരേ തേജോധാരി വാതുരികൾ ചുറ്റി ആശ്ചര്യമഹോ സുരസഞ്ജയമൊത്താമിനെ രക്ഷിപ്പാനരണാ ദൈവം ആദിശോ വാഴ്ത്തുണിയാലാവൃതനായി കണ്ടതിനാലും ബഹുമാനിയിൽ പാരത്തെ കാഹളനാദത്തോടെ അംബാലേ യുമാലേ എളിമതരേ ചോധന്യൻ പാലിക്കുമോ കാദീശോ കിരണം തിങ്ങും കതിരവനെ ലോകം ദർശിപ്പാൻ വന്നോ നിൻ പ്രഭ കാൺമോതൻ കണ്ണുകൾ മങ്ങായി വാ സേവാമധ്യരൂപത്തിൽ സദം ചെയ്തവരോടായി രക്ഷിതരാം ജാതികളെ വരുവിൻ നിങ്ങൾ പരയന്തം ജനനത്തിൽ സ്തോത്രം പാടിടുവിൻ നിങ്ങൾ പരയന്തം ജനനത്തിൽ സ്തോത്രം പാടി താഴെ പരയന്തം ജനനത്തിൽ സ്തോത്രം പാടി ജാതികളെ തെറ്റാകും വഴി വിട്ടുമാറി പരയന്തം ജനനത്തിൽ സ്തോത്രം പാടി സുവിശേഷം കേട്ടോര മതവാരന്മാർ പരയന്തം ജനനത്തിൽ സ്തോത്രം പാടി വിന്നവരും മൺമയരും ഘോഷിച്ചാക്ക തലയന്തം ജനനത്തിൽ സ്തോത്രം പാടി നിശ്ചയായിൽ രക്ഷിതനാം സൃഷ്ടികളിൽ
ജനനത്തിൽ സ്തുതി പാടുന്നു. വിദ്വാൻമാരും തനയൻ തൻ ജനനത്തിൽ സ്തോത്രം പാടി. അത്ഭുതനാം ശിശുവേ നിൻ ജനനം വാഴ്ത്തും ഞങ്ങൾ തൻ കൂട്ടത്തെ തൃക്കൺ പാർക്കാം. വാഴ്ത്തപ്പെട്ടതാകുന്നു. ഞങ്ങളോട് കരുണ ചെയ്യണമേ. വിശുദ്ധ മഹത്വമുള്ളവനാകുന്നു. ഞങ്ങൾക്ക് സ്തുതി. ഞങ്ങളുടെ പിതാവേ, സമാധാനം. കർത്താവേ, നൽകാശ്വാസം നിൻ സൽഭവനങ്ങൾക്കുള്ളിൽ വാങ്ങിപ്പോയോർക്കായി കൃപയെ ഞങ്ങൾക്കും അടിയാർക്കും അവർക്കും പർക്കും കുറ്റങ്ങളെ മാറ്റിയിടേണം. ഞങ്ങൾക്കാതെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങൾക്കാതെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങൾക്കാതെ കർത്താവേ, ആശ്വാസം നൽകുത്താനത്തിനോളം താൽക്കാലിക
പരിശുദ്ധമാമി ജീവൻ രക്ഷയാക്കൾക്കും ജനങ്ങൾക്കും കാന്തിയലും മറകൾക്കുള്ളിൽ നൽകിയ ആശ്വാസം അവരെ ഓർക്കുന്നവരുള്ള സ്ത്രീകളറിയണം നിങ്ങൾ ുമ്പോൾ കാന്തിയടിഞ്ഞിട്ടവർ നിന്നോടൊപ്പം മറയിൽ പോയി ഉയരും നിന്നെ സ്തോത്രം ചെയ്യണം നിറഞ്ഞവനെ പുനരുദ്ധാരത്തിൽ നിന്നുടെ സൃഷ്ടിയെ നീ പുതുതാക്കിയിടണമേ. ദൈവമേ നിനക്ക് സ്തുതി. ദൈവമേ നിന്റെ അനുഗ്രഹങ്ങളാൽ ഞങ്ങളോട് കരുണ ചെയ്യണമേ. പറഞ്ഞിരുന്നാൽ എന്റെ ദേഹികത്താവെ പുകഴ്ത്തുന്നു. സമ്പന്നന്മാരെ വ്യക്തമായിരിക്കുകയും ചെയ്തു. മകൾ മറിയാമേ ദൈവം നിങ്ങൾ നിന്നു ശരീരം കൂടി അടിമയൊഴിച്ചെല്ലാം വീണു. ശരണത്താ മൃതരായോ ആശ്വാസത്തോടോർമ്മയും അറിവോടുളവാക്കൻ പരിശുദ്ധന്മാരും
വസിക്കുന്നത് മനോഹരവുമാകുന്നു. എന്നാൽ അവിടെ കർത്താവ് എന്നേക്കും അനുഗ്രഹവും ജീവനും കൽപ്പിച്ചു. ദൈവമേ, ദൈവമാതാവിനെ പ്രകീർത്തിയും അവരുടെ പ്രാർത്ഥനയാൽ സഹായം ഉണ്ടാകട്ടെ. ദീർഘദർശിമാരുടെയും സ്ത്രീയന്മാരുടെയും സഹോദരന്മാരുടെയും പ്രാർത്ഥന കോട്ടയായിരിക്കട്ടെ. ഞങ്ങളോട് തന്നെ ചെയ്യണമേ. പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദികളേക്കും ആമേൻ. അനുഗ്രഹിക്കുന്ന ദിവസത്തിൽ നീയായ ദൈവമാതാവേ, എല്ലാ കാലത്തും എല്ലാ നേരത്തും നിന്റെ പ്രാർത്ഥനകൾ കേൾക്കണമേ. ഞങ്ങൾക്ക് വട്ടിയായിരിക്കുകയും അതിൽ ഞങ്ങൾ മറിക്കപ്പെടുകയും ചെയ്യണമേ. നാം ജീവനോടിരിക്കുന്നവളൊക്കെയും എല്ലായ്പ്പോഴും പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും സ്തുതിച്ചാരാധന മഹത്വപ്പെടുത്തണം. പാടുവാൻ ഞങ്ങളെ നീ യോഗ്യരാക്കിയിരിക്കൊണ്ട് നിന്റെ രാജ്യം സൂര്യപാനം ഞങ്ങളെ നീ യോഗ്യരാക്കണമേ. ഉപേദ്യങ്ങളെ സഹായിക്കണമേ. നിങ്ങൾ ഉടനെ സ്തുതിച്ചേൻ. അവന്റെ സഹോദരന്മാരുമേ അവനെ സ്തുതിപ്പേൻ. അവന്റെ ക്രൈസ്തവന്മാരെ അവനെ സ്തുതിപ്പേൻ. ആകാശങ്ങളുടെ ആകാശങ്ങളും ആകാശങ്ങളുടെ മീതെയുള്ള വെള്ളങ്ങളുമായുള്ളവരെ അവനെ സ്തുതിപ്പേൻ. അവനെ എന്നേക്കുമായി സ്ഥിരപ്പെടുത്തി അവനത് നിയമം നിശ്ചയിച്ചു കഴിയുന്നതുമില്ല. പർവ്വതങ്ങളും സ്ഥലങ്ങളും ഫലവൃക്ഷങ്ങളും സ്ഥലകാടുകളും മൃഗങ്ങളും സ്ഥലനാരികളും ഇഴയന്തുകളും പക്ഷികളും പറവകളുമേ കർത്താവിനെ സ്തുതിപ്പേൻ. എന്നാൽ അവന്റെ നാമം മാത്രം വലിയതാകുന്നു. അവന്റെ മഹത്വം ഭൂമിയിലും ആകാശത്തിലുമുണ്ട്.
സ്തുതി, തത്വത്തിന് സ്തുതി, സ്തുതിക്കപ്പെട്ടതുണ്മയായതും ആദരവാദമായ തത്വതങ്ങൾ സ്തുതിക്കുന്നു. A reading from the book of Genesis. Barikimo. The Lord took note of Sarah as he had said he would. He did for her as he had promised. Sarah became pregnant and bore Abraham a son in his old age, at the set time that God had stated. Abraham gave the name Isaac to this son of his, whom Sarah bore him. When his son Isaac was 8 days old, Abraham circumcised him as God had commanded. Abraham was 100 years old when his son Isaac was born to him. Sarah then said, God has given me cause to laugh, and all who hear of it will laugh with me. Who would have told Abraham, she added, that Sarah would nurse children? Yet I have borne him a son in his old age. Isaac grew, and on the day of the child's weaning, Abraham held a great feast. A reading from the book of the prophet Micah. Barikmo. But you, Bethlehem Ephrathah, too small to be among the clans of Judah, from you shall come forth for me one who is to be ruler in Israel, whose origin is from of old, from ancient times. Therefore the Lord will give them up until the time when she who is to give birth has born, and the rest of his brethren shall return to the children of Israel. He shall stand firm and shepherd his flock by the strength of the Lord, in the majestic name of the Lord his God. And they shall remain, for now his greatness shall reach the ends of the earth. He shall be peace. If Assyria invades our country and treads upon our land, we shall raise against it 7 shepherds, 8 men of royal rank, and they shall tend the land of Assyria with the sword, and the land of Nimrod with the drawn sword. And we shall be delivered from Assyria if it invades our land and treads upon our borders. The remnant of Jacob shall be in the midst of many peoples, like dew coming from the Lord, like raindrops on the grass, which wait for no man, nor tarry for the sons of men. A reading from the book of the great prophet Isaiah. Barikmo. The people who walked in darkness have seen a great light. Upon those who dwelt in the land of gloom, a light has shone. You have brought them abundant joy and great rejoicing, as they rejoice before you, as at the harvest, as men make merry when dividing spoils. For the yoke that burdened them, the pole on their shoulder, and the rod of their taskmaster you have smashed, as on the day of meeting. For every boot that tramped in battle, every cloak rolled in blood, will be burned as fuel for flames. For a child is born to us, a son is given us, upon his shoulder dominion rests. They name him Wonder, Counselor, God, Hero, Father forever, Prince of Peace. His dominion is vast and forever peaceful. From David's throne and over his kingdom, which he confirms and sustains, by judgment and justice, both now and forever. The zeal of the Lord of hosts will do this. The Lord has sent word against Jacob. It falls upon Israel. Barikmo.
ജനനം ദർശിക്കാനായിട്ട് പോയതിൻ്റെ അതോടൊപ്പം തന്നെ ജീവിതത്തിൽ നമുക്കറിയാം ലൈഫിനെപ്പോഴും ദൈവത്തിന് അഗ്നിയെപ്പോഴും ദൈവത്തിന് പ്രതീകമായിട്ടാണ് നമ്മൾ കാണുന്നത്. അവിടെ ഉള്ളതായ ശുശ്രൂഷ ഈ കുതിരിക്കും നമുക്ക് ഈശോയ്ക്ക് കൊടുക്കാനുള്ളതായ നേർച്ചയായിട്ട് സോ ഈശോയുടെ സന്നിധിയിലേക്ക് നിങ്ങൾ നിക്ഷേപിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ ഈശോയുടെ കൈകളിലേക്ക് കൊടുക്കാനായിട്ട് ദൈവമായിട്ട് പരിശ്രമിക്കുക. നമ്മളതായ നിയോഗങ്ങളെ ഈശോയുടെ കൈകളിലേക്ക് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കില്ല. നിങ്ങൾക്ക് എഴുന്നേറ്റ് Hola, Padre Rojo, Sadiso. എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് യാചിക്കണം. നിത്യതയിൽ അദൃശ്യനായ തന്റെ പിതാവിന്റെ വെളിച്ചത്തിൽ സ്ഥിതി ചെയ്യുന്നവൻ തന്റെയും പിതാവിന്റെയും ജീവനുള്ള പരിശുദ്ധാത്മാവിന്റെ തിരുവിഷ്ടത്താൽ ഉദയം ചെയ്ത് പ്രത്യക്ഷപ്പെടുവാൻ കൃപാപൂർവ്വം ദിനമുള്ളമുണ്ടായി. അദൃശ്യനും ലോകങ്ങൾക്ക് അതീതനും സൃഷ്ടികൾക്ക് ഉന്നതനുമായ തന്റെ സൃഷ്ടിയുടെ അടുത്തേക്ക് വന്നു. തന്റെ ജനനയുടെ ധന്യമായ വഴിയിൽ അവതരിച്ച ശരീരിയും ആത്മീയനുമായവൻ ലോകങ്ങൾക്ക് അദൃശ്യനായിരിക്കെ മനുഷ്യ സ്നേഹത്താൽ ജന്മവിടത്ത് സകലത്തെയും ഐശ്വര്യ സമ്പൂർണമാക്കി. ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവൻ സ്തുതി ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ദൈവമെന്ന നിലയിൽ നീ നിത്യനും അനാദിതനുമായിരിക്കെ കാലത്തെങ്കിൽ സാധാരണ മനുഷ്യനെ പോലെ കന്യക പ്രസവിച്ച ശിശുവായുള്ളോവേ നിനക്ക് സ്ത്രീ നിനക്ക് സ്തോത്രം. പ്രകാശങ്ങളുടെ നാഥനായ നീ ഉദരത്തിൽ നിന്ന് സൂര്യനെ പോലെ ശോഭയോടുകൂടി ഉദിക്കുകയും നിന്റെ ശ്രേഷ്ഠമായ ഉദയത്താ സകല സൃഷ്ടികളെയും പൂർണ്ണമായി പ്രകാശിപ്പിക്കുകയും ചെയ്തു. ഉദരങ്ങളിൽ ശിശുക്കളെ വളർത്തുന്ന നീ തിരുവിഷ്ടത്താൽ ഉദരത്തിൽ ശിശുവായി തീർന്നു. ദാവീദിനെ സൃഷ്ടിച്ചവനും ലോകങ്ങൾക്കും സൃഷ്ടികൾക്കും മുമ്പനുമായി നീ പുതുതായി ദാവീദിന്റെ പുത്രയിൽ നിന്ന് കാലപൂർണ്ണതയിൽ ജനിച്ചു. തലമുറകളെല്ലാക്കാളും വംശങ്ങളെക്കാളും പൂർവികനായി നീ കാലത്തെ ശിശുവെന്ന നിലയിൽ ചെറിയവനായി കാണപ്പെട്ടു. ഭൂമിയിൽ മഞ്ഞും മഴയും പൊഴിക്കുന്ന നീ സ്ത്രീയിൽ നിന്ന് മാനുഷിക രീതിയിൽ മുലപ്പാൽ നുകർന്നു. സുശക്തിയാൽ പർവ്വതങ്ങളെ നിലനിർത്തുന്ന നീ ദരിദ്രനായി കല്ലടാവിൽ കിടന്നു. ആകയാൽ ഞങ്ങളെ രക്ഷയെ പ്രതീതി പ്രവർത്തിച്ച അത്ഭുതത്തെ വിസ്മയപൂർവ്വം വീക്ഷിക്കുകയും ഞങ്ങൾക്ക് വേണ്ടിയുള്ള മനുഷ്യ വ്യാപാരത്തെ ഗ്രഹിക്കുകയും ചെയ്തുകൊണ്ട് ആശ്ചര്യപരിതരായി ഞങ്ങളെല്ലാവരും ഏകസ്വരത്തിൽ പറയുന്നു. അവസാനം ദൈവമേ നീ അത്ഭുതമാകുന്നു. ദൈവ സ്വഭാവത്തിൽ നിന്ന് വ്യത്യാസം വരാതെ മനുഷ്യനായി തീർന്നതിനാൽ ദൈവമേ മഹത്വമുള്ളവനായിരിക്കെ ഞങ്ങളെ രക്ഷയ്ക്ക് വേണ്ടി ശരീരിയായി കാണപ്പെട്ടതിനാൽ ആകാശവും ഭൂമിയും പൂർണ്ണമായി നിറഞ്ഞിരിക്കെ നീ ഗുഹയിൽ കിടന്നതിനാൽ നിത്യനും സമാരാധനും അപരിമേയനുമായിരിക്കെ കന്യകയുടെ വഴികൾ ഒഴിഞ്ഞിരുന്നതിനാൽ മാലാഖമാരെയും ഇടയന്മാരെയും വിജ്ഞാനികളെയും നീ ആകർഷിച്ചു. അവർ ഉചിതമാതിന്റെ ബഹുമാനിതയായി ആദിക്കുവാൻ വന്നതിനാൽ സ്വജനത്താൽ മേലുള്ളവരുടെയും താഴെയുള്ളവരുടെയും ഇടയിൽ യോഗ്യമായ ജന്മതയും സമാധാനവും നീ വിതച്ചതിനാൽ നിന്റെ ജന്മദിവസത്തിൽ സ്വർഗീയരെയും ഭൗമികരെയും സന്തോഷിപ്പിക്കുകയും അവരുടെ മധ്യത്തിൽ സ്ഥിതി ചെയ്തിരിക്കുന്ന വേലി പൊളിച്ചു കളയുകയും ചെയ്തതിനാൽ ലോകങ്ങളെ ഉത്സാഹപൂർവ്വം പോറ്റുന്നവരായിരിക്കെ മുലപ്പാൽ കുടിച്ചതിനാൽ നിന്റെ ജനന ദിവസത്തിൽ മേലുള്ളവരെയും താഴെയുള്ളവരെയും നീ സംയോജിപ്പിക്കുകയും അവരെ നിന്റെ ശ്രേഷ്ഠയ്ക്ക് സ്തുതിപാടന്മാരാക്കി തീർക്കുകയും ചെയ്തതിനാൽ അഗ്നിമയന്മാർ നിന്റെ തേജസ്സിൽ ചൂളിപ്പോകവേ വിദ്വാൻമാരും ഇടയന്മാരും നിന്നെ മനുഷ്യനായി കണ്ടതിനാൽ
ജനാഗാമ്യവർഗത്തിന് വിവിധ നിലകളിൽ നല്ല പ്രത്യാശയുണ്ടായതിനാൽ ദൈവികമായ സ്ഫടിക സിംഹാസനത്തിന്മേൽ ആഘോഷിക്കപ്പെടുന്നവരായിരിക്കും ശിശുവിനെ പോലെ സ്നേഹപൂർവ്വം കാൽമുട്ടുകളിൽ ലാളിക്കപ്പെട്ടതിനാൽ അഹങ്കാരികളായ പിശാചുകളുടെ അടിമത്തിൽ നിന്ന് നിന്റെ പ്രതിരൂപത്തെ നിന്റെ ജനനം മൂലം രക്ഷിച്ചതിനാൽ വിശുദ്ധമായ നിന്റെ ജനന ദിവസത്തിൽ ദൂരസ്ഥരെ നീ വിളിക്കുകയും അവർ സമീപസ്ഥരോടുകൂടി സമ്മേളിക്കുവാനിടയാകുകയും ചെയ്തതിനാൽ നിന്റെ ജനന ദിവസത്തിൽ സ്വർഗീയ കാഹളമോദി ദാവീദിന്റെ പട്ടണത്തിൽ നിശ്യാകർത്താവെന്ന രക്ഷകൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി സത്യമായി ജനിച്ചിരിക്കുന്നുവെന്ന് ഇടയന്മാരോട് പ്രസംഗിച്ചതിനാൽ നിന്റെ ജനനത്തിൽ അഗ്നിമയന്മാർ കാഹളമോദി അത്യുന്നതങ്ങളിൽ നിനക്ക് സ്തുതിയും ഭൂമിയിൽ സമാധാനവും മനുഷ്യർക്ക് നല്ല ക്ഷണവും എന്ന വിസ്മീനമായി അറിയിച്ചതിനാൽ ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള നിന്റെ മനുഷ്യാവതാര വൃത്താന്തം തികച്ചും അവർണ്ണീയമാകുന്നു. ആകയാൽ അത്ഭുത ശിശുവേ കന്യകമറിയാമെന്നുള്ള നിന്റെ വിശുദ്ധവും മഹനീയമായ ജനനത്തിന്റെ ഈ ദിവസത്തിൽ തിരുസന്നിധിയിൽ അർപ്പിക്കുന്ന ഈ സുഗതധൂപം മുഖാന്തരം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിന്റെ അത്ഭുതകരമായ ശരീരധാരണത്തെ കുറിച്ച് യഥാർത്ഥമായ ജ്ഞാനവും ഞങ്ങളുടെ രക്ഷയെ പ്രതി താല്പര്യത്തോടു കൂടിയുള്ള നിന്റെ മനുഷ്യാവതാരത്തെ കുറിച്ച് സത്യവിശ്വാസവും ഞങ്ങൾക്ക് വേണമേ. ഞങ്ങൾക്കെല്ലാവർക്കും കടങ്ങളുടെ പൂർണ്ണ പരിഹാരവും പാപമോചനവും ഞങ്ങളുടെ ആത്മശരീരങ്ങളുടെ ദുഃഖകാലം നിന്ന് പൂർണ്ണമായി വിടുതലും നൽകണമേ. കർത്താവേ, നീ പാപികളെ നിർമ്മലമാക്കി പാപവിമോചനം നൽകുന്നവനും അനുതാപികളെ പൂർണ്ണമായി ശുദ്ധീകരിക്കുന്നവനും സഭാമക്കൾക്ക് എല്ലാവർക്കും നിത്യസഹായവുമായിരിക്കണമേ. നിന്റെ ശരണത്തിൽ പ്രത്യാശയോടുകൂടി മുൻകൂട്ടി നിന്ന് പ്രാപിച്ച വിശ്വാസികളായ ഞങ്ങളുടെ പിതാക്കന്മാർക്കും സഹോദരന്മാർക്കും ഗുരുക്കന്മാർക്കും സകല മര്യാദക്കും നല്ല ഓർമ്മ നൽകണമേ. നിന്റെ ബലത്ത് പാപത്തിൽ സന്തോഷപൂർവ്വം നിൽക്കുമെന്നും നിന്റെ രാജ്യത്തിലെ അനവരതമായ ആനന്ദം അനുഭവിക്കുന്നതിനും ഞങ്ങളെയും അവരെയും യോഗ്യരാക്കി തീർക്കണമേ. ഞങ്ങളും അവരും ഒരുമിച്ച് നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും നീക്ക് സ്തുതിയും സ്തോത്രവും അർപ്പിക്കും. പരിശുദ്ധ തൃത്വത്തിന്റെ സ്തുതിക്കും ബഹുമാനത്തിനും രക്ഷാകരവും വിശുദ്ധമായ ജന്മ പെരുന്നാളിന്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കും ഈ തിരുനാളിൽ സംബന്ധിക്കുന്നവരുടെ സന്തോഷത്തിനും വേണ്ടി ഈ കുന്തിരിക്കം ആശീർവദിച്ച് ശുദ്ധീകരിക്കപ്പെടുന്നു. You are receiving the incense which is blessed by the priest. So make sure that it won't fall down, and at the same time it's not ready to eat. Okay? Just follow me. The സമയത്തുള്ളതായ പ്രതിഷ്ഠത്തിന്റെ പാട്ട് എളുപ്പമായിട്ടുള്ളതായ പാട്ട് പേജ് 72 തലമുറകൾ തോറും തിരി കത്തിച്ച് പിടിച്ച് അഴുക്കാകുമെന്ന് ദേവാർപ്പിക്കുന്നു. ദേവാലയത്തിലേക്ക് ആരും ആ തിരികത്തുകൊണ്ട് തിരികെ ചേർന്ന് അവിടെ വെറുതെ കൊടുക്കുക, തിരിച്ചു വായിക്കുകയും ചെയ്യും. Oh
പൂർവ്വകാലങ്ങളിൽ പ്രവാചകന്മാർ വഴി വിവിധ ഘട്ടങ്ങളിൽ വിവിധ രീതികളിലും ദൈവം നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ അവസാന നാളുകളിൽ തന്റെ പുത്രൻ വഴി അവിടുന്ന് നമ്മോട് സംസാരിച്ചിരിക്കുന്നു. അവനെ അവിടുന്ന് സകലത്തിന്റെയും അവകാശിയായി നിയമിക്കുകയും അവൻ മുഖേന പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും ചെയ്തു. അവനോടത്തെ മഹത്വത്തിന്റെ തേജസ്സും സത്തയുടെ മുദ്രയുമാണ്. തന്റെ ശക്തിയുടെ വചനത്താൽ അവൻ എല്ലാറ്റിനെയും താങ്ങി നിർത്തുന്നു. പാപങ്ങളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിച്ചതിന് ശേഷം അത്യുന്നതങ്ങളുള്ള മഹത്വത്തിന്റെ വലതുഭാഗത്ത് അവന് ഭൂഷിതനായി. അവൻ അവകാശമാക്കിയ നാമം ദേവദന്മാരുടേതിനേക്കാൾ ശ്രേഷ്ഠമായിരുന്നതുപോലെ അവനും അവരേക്കാൾ ശ്രേഷ്ഠനാണ്. ഏത് ദൂതനാണ് നീ എന്റെ പുത്രനാണ്, ഇന്ന് ഞാൻ നിനക്ക് ജന്മമേകിയെന്നും ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കുമെന്നും ദൈവം അരുളി ചെയ്തിട്ടുള്ളത്. വീണ്ടും തന്റെ ആദ്യജാതനെ ലോകത്തേക്ക് അയച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, ദൈവത്തിന്റെ ദൂതന്മാരെല്ലാം അവനെ ആരാധിക്കട്ടെ. അവിടുന്ന് തന്റെ ദൂതന്മാരെ കാറ്റും ശുശ്രൂഷകരെ തീനാളങ്ങളും ആക്കുന്നു എന്ന് ദൂതന്മാരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. എന്നാൽ പുത്രനെ പറ്റി പറയുന്നു, ദൈവമേ അങ്ങയുടെ സിംഹാസനം എന്നേക്കും നിലനിൽക്കുന്നു. അങ്ങയുടെ രാജ്യത്തിന് ചെങ്കോൽ നീതിയുടെ ചെങ്കോലാണ്. അങ്ങ് നീതിയെ സ്നേഹിച്ചു, അനീതിയെ വെറുത്തു. അതിനാൽ അങ്ങയുടെ സ്നേഹിതരെക്കാൾ അധികമായി സന്തോഷത്തിന്റെ തൈലം കൊണ്ട് അങ്ങയുടെ ദൈവം അങ്ങയെ അഭിഷേകം ചെയ്തിരിക്കുന്നു. കർത്താവേ, ആദിയിൽ അങ്ങ് ഭൂമിക്ക് അടിസ്ഥാനം വിട്ടു. ആകാശം അങ്ങയുടെ കൈവേലയാണ്. അവയൊക്കെയും നശിക്കും, അങ്ങ് മാത്രം നിലനിൽക്കും. വസ്ത്രം പോലെ അവ പഴകിപ്പോകും, മേലങ്കി പോലെ അങ്ങ് അവയെ മടക്കും. വസ്ത്രം പോലെ അവ മാറ്റപ്പെടും, എന്നാൽ അങ്ങയ്ക്ക് മാറ്റമില്ല. അങ്ങയുടെ വസ്ത്രങ്ങൾ, അങ്ങയുടെ മത്സരങ്ങൾ അവസാനിക്കുമില്ല. പറയുമോ? ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളാൽ ഭക്തിയോടുകൂടെ നാം ശ്രദ്ധിച്ച് കേൾക്കണം. എല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ജീവൻ നൽകുന്ന വചനമാണ് നമ്മുടെ കർത്താവേ മിശിഹായുടെ വിശുദ്ധായ എവൻഗേലിയോൻ ലോകത്തിന് ജീവനെ രക്ഷയറിയിച്ച വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൽ നിന്ന്. കന്യകമറിയാവുന്ന ശരീരമെടുത്തവനും ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവം രക്ഷകനുമായ യേശുമിശിഹായുടെ ജനത്തിരുനാളിൽ ഇപ്രകാരം സംഭവിച്ചു. കാലത്ത് ലോകവാസകലമുള്ള ജനങ്ങളുടെ പേര് എഴുതി ചേർക്കപ്പെടണമെന്ന് അഗസ്റ്റസ് സീസറിൽ നിന്ന് കൽപ്പന പുറപ്പെട്ടു. കിരീനിയോ സിറിയായിൽ ദേശാധിപതിയായിരിക്കുമ്പോൾ ആദ്യത്തെ ഈ പേരെഴുത്ത് നടന്നു.
പേരെഴുതിക്കാനായി ഓരോരുത്തരും താങ്കളുടെ നഗരത്തിലേക്ക് പോയി. ജോസഫ് ദാവീദിന്റെ കുടുംബത്തിലും വംശത്തിലും പെട്ടവനായിരുന്നതിനാൽ പേരെഴുതിക്കുവാനായി ഗലീലി പട്ടണമായ നസറേത്തിൽ നിന്ന് യൂദയായ ദാവീദിന്റെ പട്ടണമായ ബേത്ലഹേമിലേക്ക് ഗർഭിണിയായ ഭാര്യ മറിയത്തോടു കൂടി പോയി. അവിടെയായിരിക്കുമ്പോൾ അവൾക്ക് പ്രസവ സമയമെടുത്തു. അവൾ തന്റെ കടിഞ്ഞൂൽ പുത്രനെ പ്രസവിച്ചു. അവനെ പിള്ളക്കശ കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിൽ കിടത്തി. കാരണം സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല. ആ പ്രദേശത്തെ വയലുകളിൽ ആടുകളെ രാത്രി കാത്തുകൊണ്ടിരുന്ന ഇടയന്മാരുണ്ടായിരുന്നു. കർത്താവിന്റെ ദൂതൻ അവരുടെ അടുത്തെത്തി. കർത്താവിന്റെ മഹത്വം അവരുടെ മേൽ പ്രകാശിച്ചു. ദൂതൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനു വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ യേശു മിശിഹാ ഇന്ന് ജനിച്ചിരിക്കുന്നു. ഇതായിരിക്കും നിങ്ങൾക്ക് അടയാളം. പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ പുൽത്തൊട്ടിയിൽ കിടത്തിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു വ്യൂഹം ആ ദൂതനോടുകൂടി പ്രത്യക്ഷപ്പെട്ട ദൈവത്തെ സ്തുതിച്ചു പറഞ്ഞു. ചൊല്ലിത്തരുന്ന പ്രാർത്ഥന അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ സമാധാനം, മനുഷ്യർക്ക് നല്ല ശരണം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ സമാധാനം, മനുഷ്യർക്ക് നല്ല ശരണം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ സമാധാനം, മനുഷ്യർക്ക് നല്ല ശരണം. ഇനി വൈദികനും ശുശ്രൂഷകരും ആദ്യം പീല കുന്തിരിക്കും കാഴ്ചവെക്കും. അതിനുശേഷം വിശ്വാസികൾക്ക് ഓരോരുത്തർക്കും കടന്നു വന്ന് കാഴ്ച സമർപ്പിക്കാവുന്നു. Thank you.
Please don't go. Please. Ladies. ശിശുവിനെ കണ്ടു. അനന്തര ശിശുവിനെ കുറിച്ച് തങ്ങളോട് പറയപ്പെട്ട കാര്യങ്ങൾ മറ്റുള്ളവരെ അവർ അറിയിച്ചു. അത് കേട്ടവരെല്ലാം ഇടയന്മാർ തങ്ങളോട് പറഞ്ഞ സംഗതികളെ കുറിച്ച് ബന്ധപ്പെട്ടു. മറിയമാകട്ടെ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഠമായി ചിന്തിച്ചു കൊണ്ടിരുന്നു. തങ്ങളോട് പറയപ്പെട്ടതുപോലെ കാണുകയും കേൾക്കുകയും ചെയ്ത സകല കാര്യങ്ങളെയും കുറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും ചെയ്തുകൊണ്ട് ആയിരന്മാർ തിരിച്ചുപോയി. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഭവിക്കട്ടെ. ഇനി പ്രൊഫഷനായിട്ട് തിരികെ ദേവാലയത്തേക്ക് പോകുന്നു. പോകുമ്പോൾ നമ്മൾ പാടിയതായ പാട്ട് പാടുകയും ചെയ്യും. തലമുറകൾ തോറും അതിൻ്റെ സെക്കൻഡ് ഭാഗം ദീപാഘോഷത്തിൻ്റെ പ്രധാനപ്പെട്ടതായ ഭാഗം. അവിടെ നമ്മൾ ദൈവമേ നീ പരിശുദ്ധൻ, ബലവാനെ നീ പരിശുദ്ധൻ, മരണമില്ലാത്തവനെ നീ പരിശുദ്ധൻ, ഞങ്ങൾക്ക് വേണ്ടി ഘോഷിക്കപ്പെടുന്ന പകരമായിട്ട് ഈശാ നീ പരിശുദ്ധൻ, ബലവാനെ നീ പരിശുദ്ധൻ, സ്വജരഹിത നീ പരിശുദ്ധൻ, ഞങ്ങൾക്കായി ശിശുവായതിനെ ഞങ്ങളോട് കരുണ ചെയ്യുന്നതായ പാട്ട് ആശ്വസിക്കുന്നത് ആയിരിക്കും. അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഉറപ്പിക്കണം. സ്ലീവ കൊണ്ട് ബ്ലസ് ചെയ്യുന്ന സമയത്ത് തിരിച്ചു വരയ്ക്കാനായിട്ട് Shbola Barbarro Kadisho ദൈവമായ കർത്താവേ, കന്യകാമറിയാമിൽ നിന്നുള്ള അതിന്റെ ജനന ദിവസത്തെ ബഹുമാനിക്കുകയും അതിന്റെ സാദൃശ്യത്തെ ഞങ്ങളുടെ ഉള്ളിൽ ആഘോഷിക്കുവാനും ജീവപ്രദമായ നിന്റെ സ്ലീബായെ പുകഴ്ത്തുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളുടെ കർത്താവ് ദൈവമേ, നിനക്ക് പ്രീതികരമായ സൽപ്രവർത്തികളാൽ
ദിനം പ്രതി ആത്മീയമായി ഞങ്ങളെ ജനിപ്പിക്കണമേ. സകല ഉപദ്രവത്തിന്റെ ശ്രീപാട് ഭാഷത്തിൽ ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ. ദൈവപുത്രൻ ഇന്നേ ദിവസം ബേത്ലഹേമിൽ ജനിച്ചു. അവനെ കുറിച്ച് പ്രവാചകന്മാർ മുൻകൂട്ടി പറഞ്ഞ ദൃഷ്ടാന്തങ്ങൾ അവനിൽ പൂർത്തിയായിരിക്കുന്നു. അവന്റെ ജനനത്തെ ബഹുമാനിക്കുകയും ശ്രീബായെ ആരാധിക്കുകയും ചെയ്തുകൊണ്ട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആത്മാക്കൾ നിന്റെ പ്രകാശം ഉദിപ്പിക്കണമേ. അത്തിന്റെ നിങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സമാധാനം, മനുഷ്യരുടെ സംപ്രീതി എന്ന് മാലാഖമാരോട് ഉച്ചത്തിൽ പറയുക. ദൈവമായ കർത്താവേ, ഞങ്ങളെ യോഗ്യരാക്കണമേ. അവസ്ഥാഭേദമുള്ളാതെ മനുഷ്യനായി തീരുകയും സ്വർഗത്തിൽ പിതാവിന്റെ മടിയിൽ തുടർന്ന് സ്തുതി ചെയ്യുകയും ചെയ്തവനെ മാത്രം നിരന്തരം സ്തുതികളാൽ നമുക്ക് പ്രകീർത്തിക്കാം. എന്നാൽ അവനെ സ്തുത്യർഹനാകുന്നു. ബേത്ലഹേമിലെ ഗുഹയിൽ രക്ഷകൻ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു എന്ന മാലാഖമാർ ഇന്ന് നാട്ടിലെ അറിയിച്ചു. ജനതകൾ സന്തോഷിക്കുന്ന അവന്റെ ജന്മപെരുന്നാളിൽ ശ്രീവായെ വന്നിച്ചുകൊണ്ട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ഭൗമികർക്ക് ശാന്തിയും സമാധാനവും പ്രത്യാശയും നൽകപ്പെട്ടു. പിതാവിന് മനുഷ്യവർഗത്തോടുണ്ടായിരുന്ന കോപം നീക്കപ്പെട്ടു. ഞങ്ങളുടെ കർത്താവേ, ഇതിന്റെ പെരുന്നാൾ സന്തോഷിക്കുവാനും കോപത്തൊഴിയുവാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ. ദൈവമാതാവേ, കർത്താവായ ദൈവത്തിൽ നിന്റെ ആത്മാവ് ഉത്കർഷം പ്രാപിക്കുകയും മനസ്സന്തോഷിക്കുകയും ചെയ്തു. എന്നാൽ അവതീർണമായ വചനം ദൈവം ജന്മശേഷം നിന്നെ കന്യാത്വത്തിൽ പരിരക്ഷിച്ചു. ഇന്നേ ദിവസം ഒരു ശിശു ജനിച്ചു. അത്ഭുതമെന്ന് അവൻ വിളിക്കപ്പെട്ടു. സ്വയം ശിശുവായി വെളിപ്പെടുത്തിയ ദൈവം അത്ഭുതമാകുന്നു. സൃഷ്ടികളോടൊപ്പം അവനെയും രക്ഷാകരമായ അവന്റെ ശ്രീവായെ ഒന്നിച്ചുകൊണ്ട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. എന്നാൽ നിന്റെ ജനനം കൊണ്ട് നിന്റെ മാതാവിന്റെ കന്യാവ്രതത്തിലോ മുദ്രയ്ക്കോ നീ ഭംഗം വരുത്തിയില്ല. നീ ദൈവം തന്നെയാകുന്നുവെന്ന് സംശയരഹിതമായി ഗ്രഹിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഞങ്ങളുടെ കർത്താവും ദൈവമേ, നിന്നുള്ള ശാന്തിയും സമാധാനവും സകലവിധ അപകടങ്ങളിൽ നിന്നുള്ള സംരക്ഷണവും ഞങ്ങൾക്ക് നൽകണമേ. പുത്രന്റെ ജന്മദിനം ഇന്ന് ഉന്നതത്തിൽ ദൈവത്തിന് മഹത്വവും മനുഷ്യവർഗത്തിന് നല്ല ശരണവും
എന്ന സമാധാനത്തിന്റെയും ശാന്തിയുടെയും ദൂതയറിയുമ്പോൾ മാലാഖമാർ ഭൂമിയിൽ അറിയിച്ചു. ഞങ്ങളുടെ കർത്താവായ യേശുവേ, നിന്റെ സ്ത്രീമായാലും നിന്റെ മാതാവിന്റെ പ്രാർത്ഥനയാലും ശിക്ഷകളും ക്രോധത്തിന്റെ ഖണ്ഡനങ്ങളും ഞങ്ങൾക്ക് നീക്കിക്കളയണമേ. സൃഷ്ടിയുടെ 4 ഭാഗങ്ങളിൽ നിന്റെ ശാന്തി സമാധാനം വസിപ്പിക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. അവനെ തന്നെ ഞങ്ങളും ശുശ്രൂഷിക്കുന്നു. അവനെ തന്നെ ഞങ്ങളും വാഴ്ത്തുന്നു. അവനെ തന്നെ ഞങ്ങളും സ്തുതിക്കുന്നു. അവനെ തന്നെ ഞങ്ങളും ആരാധിക്കുന്നു.
അവനെ തന്നെ ഞങ്ങളും മഹത്വപ്പെടുത്തുന്നു. മധ്യഭാഗത്തുള്ളവർ ആരെ പുകഴ്ത്തുന്നു, അവനെ തന്നെ ഞങ്ങളും പുകഴ്ത്തുന്നു. ഭാഗത്തുള്ളവരാരെ ആഘോഷിക്കുന്നു, അവനെ തന്നെ ഞങ്ങളും ആഘോഷിക്കുന്നു. ഞങ്ങളുടെ ശുശ്രൂഷകളും പ്രാർത്ഥനകളും കൈക്കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മോരൻ കാവൽ സൃഷ്ടാവേ നിനക്ക് സ്തുതി. ശുഭഭൂലോ സഹോദരങ്ങളെ ജീവിതമായ വിശുദ്ധി സഭയ്ക്ക് മുതൽ യോഗ്യരാജ പ്രാർത്ഥിക്കരുത്. നമ്മുടെ വായിക്കപ്പെടുന്ന ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങൾ ആദരവോടും ഭക്തിയോടും കൂടെ നാം ശ്രദ്ധിച്ച് കേൾക്കണം.
വിശുദ്ധമതാഴ്ച എഴുതിയ സുവിശേഷത്തിൽ നിന്ന് ശരീരപ്പെടുത്തവരും ദൈവത്തിന്റെ ജീവനുള്ളവരും ദൈവരക്ഷണമായ യേശുമിശിഹായുടെ ജനത്തിന്റെ ആളും ഇപ്രകാരം സംഭവിച്ചു. രാജാവിന്റെ കാലത്ത് യൂദയായിലെ ബേത്ലഹേമിൽ യേശു ജനിച്ചപ്പോൾ പൗരസ്ത്യ ദേശത്തുള്ള ജ്ഞാനികൾ ജെറുസലേമിലെത്തി. അവർ അന്വേഷിച്ചു, എവിടെയാണ് യഹൂദന്മാരുടെ രാജാവായി ജനിച്ചവൻ? ഞങ്ങൾ കിഴക്ക് അവന്റെ നക്ഷത്രം കണ്ടവനെ ആരാധിക്കാൻ വന്നിരിക്കുകയാണ്. ഇത് കേട്ട് ഹെരോദീസ് രാജാവ് അസ്വസ്ഥനായ അവനോടൊപ്പം ജെറുസലേം മുഴുവനും അവൻ പ്രധാന പുരോഹിതന്മാരെയും ജനത്തിനിടയിലെ നിയമിച്ചരെയും വിളിച്ചുകൂട്ടി ക്രിസ്തു എവിടെയാണ് ജനിക്കുന്നതെന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, യൂദയായിലെ ബേത്ലഹേമിൽ. പ്രവാചകൻ എഴുതിയിരിക്കുന്നു, യൂദയായിലെ ബേത്ലഹേമേ, നീ യൂദയായിലെ പ്രമുഖ നഗരങ്ങളിൽ ഒട്ടും താഴെയല്ല. എന്റെ ജനമായ ഇസ്രായേലിനെ നയിക്കാനുള്ളവൻ നിന്നിൽ നിന്നാണ് ഉത്ഭവിക്കുക. അപ്പോൾ ജ്ഞാനികളെ രഹസ്യമായി വിളിച്ച് നക്ഷത്രം പ്രത്യക്ഷപ്പെട്ടത് എപ്പോഴെന്ന് സൂക്ഷ്മമായി ആകാംക്ഷയോടെ അന്വേഷിച്ചറിഞ്ഞു. അവൻ അവരെ ബേത്ലഹേമിലേക്ക് അയച്ചുകൊണ്ട് പറഞ്ഞു, പോയി ശിശുവിനെ പറ്റി സൂക്ഷ്മമായി അന്വേഷിക്കുക. അവനെ കണ്ടു കഴിയുമ്പോൾ ഞാൻ ചെന്ന് ആരാധിക്കേണ്ടതിന് എന്നെയും അറിയിക്കുക. രാജാവ് പറഞ്ഞത് കേട്ട് അവർ പുറപ്പെട്ടു. കിഴക്ക് കണ്ട നക്ഷത്രം അവയ്ക്ക് മുമ്പേ നീങ്ങിക്കൊണ്ടിരുന്നു. അത് ശിശു കിടക്കുന്ന സ്ഥലത്തിന് മുകളിൽ വന്നു നിന്നു. നക്ഷത്രം കണ്ടപ്പോൾ അവർ അധികം സന്തോഷിച്ചു. അവർ ഭവനത്തിൽ പ്രവേശിച്ച ശിശുവിനെ അമ്മയായ മറിയത്തോട് കൂടി കാണുകയും അവനെ മുമ്പിട്ട് ആരാധിക്കുകയും ചെയ്തു. നിക്ഷേപപാത്രങ്ങൾ തുറന്ന് പൊന്നും കുന്തിരിക്കുമും മീറയും കാഴ്ച അർപ്പിച്ചു. ഹെരോദേസിന്റെ അടുത്തേക്ക് മടങ്ങിപ്പോകരുതെന്ന് സ്വപ്നത്തിൽ മുന്നറിയിപ്പ് ലഭിച്ചതനുസരിച്ച് അവർ മറ്റൊരു വഴിയെ സ്വദേശത്തേക്ക് പോയി. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഭവിക്കട്ടെ. And joy of Christmas in a different way. We have a small clip here, I noticed, nativity scene, which is not usual here. And many of you may have read, just recently the story came out in a Sunday Shalom. I don't really read usually that one, but I picked up this time, I saw the story of how the nativity scene started. It was with the Francis of Assisi. So it's quite recent origin, few centuries, but compared to the life of the church. And St. Francis had a very simple one. He made the statues. He had little straw and other things, and this one prepared there. And ordinary people came and celebrated. And it is said in the story, it is said that I was hearing that part for the first time. As he went down and kissed the baby took clap. And so many miracles were worked. And therefore people took a straw comb
and kept it in their house. Whenever the animals got sick, cows got sick, they would give a couple of those straws and get them well. And St. Francis, it's written there, get that one in order to contemplate. That was a tool to contemplate on the mystery of the Incarnation as it took place. A more elaborate, little more historical part of that story is that all these people were ordinary people who came from all around. And they sang and prayed. They came, of course, with children who did not know. We have different kinds of torches. Today we have flashlights. We have different torches today. That means if we take a few leaves, burn them, and they come down because there was no electricity. So they would all come there the whole night. They were praying, singing, and praising, led by the Francis, most part, and then of course the priest celebrating the Mass, Francis preaching, being a deacon preaching at the Mass. And they experienced pure joy in that celebration. That is what the church is inviting you to do. That in all these celebrations we can reach out that one. And the means for that, as Francis shows us, recapturing that joy which was always proclaimed, which was lost. Francis was able to recapture that one through contemplation of the mysteries. Meditating, contemplating, visualizing, and experiencing that way the presence of Jesus in their midst, in their hearts. And that is the fundamental and the initial way of experiencing the joy of Christmas, contemplating, knowing the presence of Jesus in our hearts, watching the nativity scene, that we are able to capture that one in our own hearts and carry it with us, so that that presence remains with us. It enlightens us. Looking at these statues, it is enlightened from inside. And that is what should happen to each one of us when we walk out of here. That we are enlightened by the powerful, enlightening, joyful presence of Jesus. That we cannot hold that joy. That we bring it to the people who we meet. That we can be in that state of joy. Sure, it may not be an exploding one as it is, but there should be an element of it at least. And then we bring it home as we meet. Can this day, maybe next day, tomorrow of course, as we sleep and get up, so we speak of this day because we already started Christmas. Can this day be a little more joyful day for the family? When you reach out for that bottle, ask yourself, if I get really drunk, is it going to be joyful for my family? If I'm enlightened from inside, if I have been caught by this presence of Jesus, can I do that? Do I need that? When we relate to the people in the family, to each other, when we open our mouths to talk, we want to ask ourselves, is this coming from the joy I experienced in the contemplation of the nature which I bring along? Can I be more loving in my conversation? Can I be more giving in my action? Can I know the presence of Jesus and spirate that presence? And that, of course, is the challenge before us. And contemplating that nativity, we are struck by the simplicity of that event. None of those big things that we have for Christmas. And yet, the simplicity of it. And it is there
that the shepherds would find their Creator. It is there the kings would find their Savior. It is there the broken-hearted would find their lives together. The simplicity. I was reading this story, it's not a story, the real incident about this man. I sorry, I forget his name. I think his last name is Warren, and he wrote this famous book, Purpose Driven Life. He's a pastor of some independent church, very famous. He was the one who said prayer, I think, at the last inauguration of President Obama. So there some experience from his life that I was just reading from the other day. Because his wife was suffering from cancer. It is precisely in that context. He writes this book and he publishes it, and he sells 1 million copies. As he puts himself, making him notoriously rich. So he says, we asked ourselves, me and my wife asked ourselves, how are we going to do with this money? How are we going to do justice to this money? This unexpected, huge amount. And he said, we decided that we are not going to have anything extra in our home. Our lifestyle is going to remain the same. And we are going to use that money differently. He said, I stopped taking salary from the church, and he says other things which he did. I guess all of that are true, but whatever it is, from what he says, the simplicity. He says, therefore I know the joy of serving Jesus. When we reach out for all the other things we think which will make us happy, does it feel empty? When the people somehow go to the mass, as I said, and then rush for all the celebrations and parties and drinking, at the end of the day, are they left empty or full? We need to be full. We want to remain full. That's what the angels were inviting us to. So we contemplate the mystery of Jesus, the mystery of the incarnation, knowing how God loves and cares for us, and He lives what is there to be with us, to be one of us. When He comes down, sheds all those things, and comes with the bare minimum, and is there and is inviting us to that. He is inviting us to find joy in Him and His presence. Is that possible? Yes. When we open ourselves, when we seek to be like Him, He becomes like us, so we would be like Him. He brings us the Father's love, that we may share in it and know we are loved